മമ്മി മീൻകറി വെക്കുകയാണ് എന്നറിഞ്ഞ് ഓടി ചെന്നപ്പോഴത്തേക്കും ചട്ടി അടപ്പയിലാക്കി. മിക്സിയുടെ ചെറിയ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി കുറച്ച് അത്രയൊക്കെ എടുത്തൊന്ന് ചെറിയതായിട്ടൊന്ന് ചതച്ച് അത് എണ്ണയിലേക്കിട്ട് മൂപ്പിച്ചു. മീൻ കൊണ്ടുവന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഈ മീൻകറി എന്തായാലും വെക്കുന്ന വീഡിയോ എടുക്കണമെന്ന്. ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ മമ്മി ഓരോ സാധനങ്ങളും ഇട്ട് തുടങ്ങി. കറിവേപ്പിലയൊക്കെ ഇട്ട് കേട്ടോ. ഈ സാധനമൊന്നും മിക്സ് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടില്ല. ആക്ച്വലി മുളക് പൊടിയോ എന്തൊക്കെയാ സാധനങ്ങളൊക്കെയാണ്. എന്തായാലും ആ മിക്സിങ് എല്ലാം കൂടെ അതിലേക്ക് ഒഴിച്ചു. ഇട്ട് മൂപ്പിച്ചൊന്നുമില്ല, എല്ലാം കൂടെ വെള്ളത്തിൽ ഒന്ന് ചാലിച്ച് വെച്ചിട്ട് അതങ്ങ് എണ്ണ മൂത്ത് കഴിഞ്ഞാൽ അതിനകത്തോട്ടങ്ങ് ഇട്ടു. എനിക്ക് തോന്നുന്നു ചട്ടിയിൽ കിടന്ന് മുളക് പൊടിയൊക്കെ മൂത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് മാറാതിരിക്കുക ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഈ രീതിക്ക് വെക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് പുളി വെള്ളത്തിയിട്ടുണ്ടായിരുന്നു, ആ പുളി മാത്രം എടുത്തിട്ടു. ഇനി ഞാൻ വെള്ളവും കൂടി ഒഴിക്കും കേട്ടോ. ഇനി അതൊന്ന് ചൂടായി കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കും. ഇനി ആ തിളച്ച് വന്ന അതിലോട്ടാണ് മീൻ പറക്കി ഇടുന്നത്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. എന്നിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മീനൊക്കെ പറക്കി ഇടാൻ തുടങ്ങി. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ മീൻകറി കഴിച്ചു കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി മീൻകറിയായിരുന്നേ, പറയാതിരിക്കാൻ വയ്യ. മീൻ കണ്ടാലും അറിയാമല്ലോ, നല്ല പച്ച മീനായിരുന്നു. മീൻകറി വെക്കുന്ന മാത്രമേ എടുത്തോളൂ കേട്ടോ. മീൻകറിയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ കറിവേപ്പിലയൊക്കെ ഇട്ടു. മീൻകറി വെച്ച് കഴിഞ്ഞിട്ട് തിന്നുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. തിന്ന് കഴിഞ്ഞപ്പോഴാണ്, ചില സമയത്തൊക്കെ വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങ് മറന്നു പോകും. തിന്ന് കഴിഞ്ഞിട്ടാണ് ഓർത്തത് വീഡിയോ